ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ഈ ഞായറാഴ്ചയുടെ പകലിൻ്റെ സായം വേളയ്ക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. പകൽക്കാലം വിശുദ്ധ സഭായോഗമായി ഞങ്ങൾ പലയിടങ്ങളിൽ ദൈവത്തെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ദൈവം ചെയ്ത നന്മകളെക്കുറിച്ച് ദൈവത്തിന് നന്ദി കരയറ്റുകയൊക്കെ ചെയ്ത ശേഷം ഞങ്ങൾ പതുപോലെ എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിലും ഉച്ചകഴിഞ്ഞ് ഞങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന നിയോഗപ്രകാരം ദൈവം ഞങ്ങൾക്ക് നൽകിയ അധികാരത്തിൽ നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീനെന്നും വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന യേശു കർത്താവിൻ്റെ കൽപ്പനയാൽ ഈ പകലിൻ്റെ വൈകിയ സമയം പെരിങ്കടവിള പ്രദേശത്ത് ഞങ്ങൾക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായിരിക്കുന്നു. ഈ ദേശത്തിൽ ഞങ്ങളെ ചാരത്തും ദൂരത്തുമായി ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ഞങ്ങളുടെ സ്നേഹിതർക്കും മാതാപിതാക്കൾക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും വന്നവരും വീണ്ടും വരുന്നവരുമായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ ഞങ്ങൾ അറിയിക്കുകയാണ്. ഞങ്ങളിവിടെ കടന്നു വന്ന് മൈ സിസ്റ്റമൊക്കെ ഇങ്ങനെ ക്രമീകരിച്ചു, പാട്ടുകളൊക്കെ ഇട്ടു, പ്രാർത്ഥിച്ചു, ഗാനങ്ങൾ ആലപിച്ചപ്പോൾ നിങ്ങൾക്ക് വളരെ ബോധ്യമായി കഴിഞ്ഞു ഇത് സുവിശേഷ പ്രഭാഷണത്തിനായിട്ടുള്ള തയ്യാറെടുപ്പാണെന്ന്. ഈ കവലയിൽ സുവിശേഷ പ്രഭാഷണം ആദ്യമായിട്ടല്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ഞങ്ങളെപ്പോലെ അനേക പ്രിയപ്പെട്ടവർ ഇതുപോലെ നിങ്ങളോട് സുവിശേഷം അറിയിക്കുവാൻ ഈ ദേശത്ത് കടന്നു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചുറ്റുപാടുകളിൽ ആലയങ്ങളിൽ നിന്നും അതുപോലെ കൺവെൻഷൻ യോഗ സ്ഥലങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ ധാരാളമായി ദൈവവചനം ഞങ്ങളെ കൂടാതെ കേട്ടിട്ടുണ്ട്. എന്നാൽ അവരൊക്കെ നിങ്ങളോട് പറഞ്ഞതായ വചനങ്ങളും സുവിശേഷങ്ങളും ഒക്കെ തന്നെയാണ് ഇന്ന് ഞങ്ങൾക്കും നിങ്ങളോട് പറയാനായിട്ടുള്ളത്. അവർ ദൈവവചനം പറഞ്ഞപ്പോഴൊക്കെയും നിങ്ങൾ കേട്ടു, പക്ഷേ നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ നായിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇതുവരെയും യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും യേശു ദൈവമെന്ന് നിങ്ങളുടെ അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്തിട്ടില്ല എങ്കിൽ ഇതുവരെയും നമ്മുടെ വാഴ്ത്തപ്പെട്ട യേശു മിശിഹ താൻ ഈ ലോകത്തിലായിരുന്നപ്പോൾ പറഞ്ഞ് കടന്നു പോയതുപോലെ ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്നുള്ള ആ വാഗ്ദത്തം ഇതുവരെയും നിറവേറിയിട്ടില്ലാത്തതുകൊണ്ട് ഇനിയും ചിലരെങ്കിലും മാനസാന്തരപ്പെടണം, ദൈവവചനമനുസരിക്കണം, ദൈവത്തിനു വേണ്ടി ജീവിക്കുവാൻ തങ്ങളുടെ ഹൃദയങ്ങളെ സമർപ്പിക്കപ്പെടണം എന്നുള്ള ദൈവത്തിൻ്റെ അതിയായ ആഗ്രഹമാകയാൽ പ്രിയരെ, നിങ്ങൾ ഇന്നും ജീവിച്ചിരിക്കുന്നതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ മനുഷ്യൻ അറിയേണ്ടതും അനുസരിക്കേണ്ടതുമായ ദൈവത്തിൻ്റെ വചനം, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു നിത്യത ദൈവം ഒരുക്കുന്നതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിച്ചു പോകാതെ ലോകം വിട്ട് കടന്നു പോകുന്നതിന് മുമ്പേ വീണ്ടും നിങ്ങളെ കേൾപ്പിക്കേണ്ടതിന് ഞങ്ങളെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുകയാണ്. തുടർന്നുള്ള സമയം വളരെ ശ്രദ്ധയോടെ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നതായ സുവിശേഷ സന്ദേശം നിങ്ങൾ കേൾക്കണമേ എന്ന് ഞങ്ങൾ വിനീതമായി
നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ഈ കാലം വല്ലാത്തൊരു കാലമാണ്. മനുഷ്യൻ തൻ്റെ കാലം അറിയുന്നില്ലല്ലോ. വല്ലാത്ത വലയിൽ പിടിപെടുന്ന മത്സ്യങ്ങളെപ്പോലെയും കെണിയിൽ അകപ്പെടുന്ന പക്ഷികളെപ്പോലെയും മനുഷ്യർ പെട്ടെന്ന് വന്നുകൂടുന്ന ദുഷ്കാലത്ത് കെണിയിൽ കുടുങ്ങിപ്പോകുന്നു. ദൈവവചനം ഇന്ന് നാം ലോകത്തോട്ട് ഒന്ന് കണ്ണോടിച്ചു നോക്കാമെങ്കിൽ ഇതുപോലെയാണ്. മനുഷ്യൻ പല നിലകളിൽ ഉന്നതനാകുവാൻ, സമ്പന്നനാകുവാൻ, ശ്രേഷ്ഠന്മാരായി തീരുവാനായിട്ട് വളരെയധികം ബുദ്ധിയോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പലരും അപ്രകാരം ബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന മനുഷ്യരുടെ കെണികളിൽ, കുടുക്കുകളിൽ അകപ്പെടുന്നു. നമുക്കറിയാം, ഓൺലൈൻ തട്ടിപ്പ്, സാമ്പത്തികമായ ഇടപാടുകൾ, മദ്യം, മയക്കുമരുന്ന്, ഇതുപോലുള്ളതായ ദൈവപ്രസാദമില്ലാത്ത, ദൈവ ഇഷ്ടമില്ലാത്ത ദുഷിച്ച ഇടപാടുകൾക്കും കൂട്ടുകെട്ടുകൾക്കും മനുഷ്യർ വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മനുഷ്യൻ ദുഷ്ടത പെരുക്കുകയും ദുഷ്ടതയിൽ വർദ്ധിച്ചു വരികയും ചെയ്യുന്നതുകൊണ്ട് ദൈവം ഈ കാലഘട്ടത്തിൽ നമ്മോട് വളരെ വ്യക്തമായി സംസാരിക്കുന്നു. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളത് എന്നും ദൈവം കണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവം ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചതുകൊണ്ട് ദുഃഖിക്കുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് നേരുള്ളവനായിട്ടാണ്. മനുഷ്യരോ അനേക സൂത്രങ്ങളെ കണ്ടുപിടിച്ചുകൊണ്ട് ദൈവസത്യത്തെ അനുസരിക്കാതെ, ദൈവഹിതം അന്വേഷിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം. ഈ കാലഘട്ടത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് ഇത് ദുഷ്കാലമാണ്, ഇത് അന്ത്യകാലമാണ് എന്നാണ്. ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവഭയമില്ലാതെ, അനുസരണമില്ലാതെ, ദുഷ്പ്രവൃത്തിയിൽ വർദ്ധിച്ചുകൊണ്ട്, പാപം ജീവിതത്തിൽ പെരുകിക്കൊണ്ട് ജീവിച്ചു മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിനൊരു മുന്നറിയിപ്പ് ദേശനിവാസികളോടായി, എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരോടായും പറയുവാനായിട്ടുണ്ട്. അതായത് നിങ്ങളുടെ മുമ്പിൽ ദുർഘട സമയങ്ങൾ വരുമെന്ന് നിങ്ങൾ അറിയണം. ഇത് അന്ത്യകാലമായതുകൊണ്ട്, ദുർഘട സമയമായതുകൊണ്ട് മനുഷ്യർ സ്വയസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വൻപു പറയുന്നവരും അഹങ്കാരികളും ദ്രവ്യാഗ്രഹികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരുമായി ജീവിക്കുന്നു. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ഇത് ദുഷ്കാലമാണ്. അതെ, ഈ കാലഘട്ടത്തിൽ
നാം മാനസാന്തരപ്പെടണം. നാം പിന്നിട്ടു വന്ന വഴികളെ ഒന്ന് തിരിഞ്ഞു നോക്കണം. ദൈവത്തിന് ഇഷ്ടമല്ലാത്ത അവൻ പാതകളിലൂടെ സഞ്ചരിച്ചത് മതിയാക്കണം. അതെ, ഒരു മാനസാന്തരത്തിന് നിങ്ങൾ തയ്യാറാകണമെന്ന് ഈ ദേശത്തിലെ ദേശനിവാസികളോട് ഈ സായവേളയിൽ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട തിരുവചനങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് നിങ്ങളെ അറിയിക്കുകയാണ്. ഇന്ന് സമാധാനം അന്വേഷിച്ച് സമാധാനം എവിടെ കിട്ടും, എന്തു ചെയ്താൽ സമാധാനമുണ്ടാകും എന്ന് ജനം പരതി നടക്കുകയാണ്. ഈ സമാധാനം അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രയിൽ മനുഷ്യർ ചെന്നെത്തുന്ന ഇടങ്ങളാണ് മദ്യശാലകൾ, അതുപോലെ വ്യഭിചാരശാലകൾ, അവൻ ഓൺലൈൻ തട്ടിപ്പുകൾ, ഇങ്ങനെ പറഞ്ഞാൽ ഒത്തിരി അവൻ സ്വന്തം ഇടങ്ങളിലാണ് താൽക്കാലികമായ മനുഷ്യൻ്റെ നിലനിൽപ്പിനു വേണ്ടി മനുഷ്യൻ അന്വേഷിച്ചു നടക്കുന്നത്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി നമ്മോട് വിളിച്ചു പറയുന്നു, ആകാശത്തിൻ്റെ പെരിഞ്ഞാറ തൻ്റെ കാലമറിയുന്നു, കുറുമ്പ്രാവും ഈവൽ പക്ഷിയും കൊക്കും മടങ്ങി വരവിൻ്റെ കാലം അറിയുന്നു. ദൈവവചനം പറയുന്നു, എൻ്റെ ജനമോ അവർ അറിയുന്നില്ല, അവർ ദൈവത്തെ അന്വേഷിക്കുന്നില്ല, അവർ ദൈവമില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ഹൃദയത്തിൽ സ്വന്തമായി നിരൂപിച്ചുകൊണ്ട് മ്ലേച്ഛമായ നീതികേട് പ്രവർത്തിക്കുകയാണ്. ഇന്ന് ഈ സായംവേളയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയരെ, ഇങ്ങനെ നാം ജീവിച്ചാൽ, ഇങ്ങനെ നാം മുന്നോട്ട് പോയാൽ നാം എത്തപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിക്കുന്ന ഒരു വ്യക്തി പോകുന്ന ഇടമാണ് നിത്യനരകം അഥവാ രണ്ടാം മരണമെന്ന് പറയും. അതെ, പാപത്തിൽ നിന്ന് നിനക്ക് വിമോചനം ആവശ്യമാണോ? പാപത്തിൽ അവൻ സ്വതം നിനക്കൊരു വിമോചനം നീ ആഗ്രഹിക്കുന്നുവോ? ഒരേ ഒരു വഴി, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന് പറഞ്ഞ യേശു കർത്താവിങ്കലേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ വിട്ടുകൊടുത്തുകൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ അവൻ യേശുവിന് അവൻ സ്വന്തം വസിപ്പാനിടം കൊടുക്കുന്നു എങ്കിൽ നിങ്ങളുടെ ജീവിതങ്ങളിൽ ഇന്നു കാണുന്ന മലിനസമായ അവൻ സ്വന്തം ദോഷകരമായ തെറ്റായ ജീവിത വഴികളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് വിമുക്തരാകുവാൻ തക്കവണ്ണം ഇടയാകും. അത് നിങ്ങൾക്ക് വിടുവിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും. അതെ, നാം ഈ ലോകത്തിൽ എത്ര കാലം ജീവിക്കുമെന്ന് നമുക്കാർക്കും പറയുവാൻ കഴിയത്തില്ല. ചിലരുടേതായ അവൻ മട്ടും ഭാവവുമൊക്കെ നാം കണ്ടാൽ ഈ ലോകത്തിൽ നിന്ന് നാം ഒരിക്കലും അവൻ അതെ പോകുകയില്ല എന്നുള്ള നിലവാരത്തിലാണ് അവൻ പലരും ജീവിക്കുന്നത്. ഏതെങ്കിലും ഒരു ജീവിതമാർഗം ദൈവം അവരുടെ മുമ്പിൽ അവൻ നൽകിക്കൊടുത്താൽ അതെ ആ ജീവിതത്തിലെ അല്പമായ നേട്ടത്തിൽ
സന്തോഷിച്ചുകൊണ്ട് ദൈവത്തെ അനുസരിക്കാതെ, ദൈവഭയമില്ലാതെ, നീതികേട് ഹൃദയത്തിൽ നിരൂപിച്ചുകൊണ്ട് തിന്മ പ്രവർത്തിക്കുന്നവരായി ഇന്നത്തെ സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ആരെയും ദോഷപ്പെടുത്തുവാൻ, പിടിച്ചുപറിക്കുവാൻ, മോഷ്ടിക്കുവാൻ, കൊല്ലുവാൻ, കൈക്കലാക്കുവാൻ, ഭവനഭേദനങ്ങൾ നടത്തുവാൻ ഒന്നിനും മടിയില്ലാത്ത ഒരു കാലമാണ് ഈ കാലം. അവർ ചിന്തിക്കുന്നത്, ആമേൻ സ്തോത്രം, അവർക്ക് നിത്യമായി ഈ ലോകത്തിൽ വാഴാം എന്നുള്ള നിലയിലാണ്. അതുകൊണ്ടാണ് ദൈവത്തിന് ഇഷ്ടമില്ലാത്തതും ദൈവം ഒരു മനുഷ്യനിൽ ആഗ്രഹിക്കാത്തതുമായ ഇത്തരത്തിലുള്ളതായ എല്ലാ ദോഷപ്രവൃത്തികളും ചെയ്യുവാൻ അവർ സ്തോത്രം മുതിർന്നു വരുന്നത്. അതുകൊണ്ട് ദേശനിവാസിയെ, ഈ പകൽക്കാലം നിങ്ങളോട് സ്തോത്രം സംസാരിക്കുന്ന ദൈവവചനം നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ. ദേശത്ത് സത്യമില്ല, ദയയില്ല, ദൈവപരിജ്ഞാനമില്ല. മനുഷ്യർ ആണയിടുന്നു, പോഷ്കു പറയുന്നു, കൊല ചെയ്യുന്നു, മോഷ്ടിക്കുന്നു, വ്യഭിചരിക്കുന്നു, ഭവനഭേദനം നടത്തുന്നു, രക്തപാതകത്തോട് രക്തപാതകം കൂട്ടുന്നു. അതെ, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ തക്കവണ്ണം ചെന്നെത്തുന്ന ഒരിടമുണ്ട്. അതാണ് ദൈവത്തിൻ്റെ ന്യായാസനം. ആ ദൈവത്തിൻ്റെ അന്ത്യന്യായാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിനക്ക് ഭയമില്ലാതിരിക്കണമോ? സ്തോത്രം, നിത്യത ലഭിക്കണമോ? മാനസാന്തരപ്പെടണം, സുവിശേഷത്തിൽ വിശ്വസിക്കണം. ലോകമാനവന്റെ രക്ഷയ്ക്ക് 2020 പരം വർഷങ്ങൾക്ക് മുമ്പായി കന്യകാമറിയയിലൂടെ ഈ ഭൂമിയിൽ ഭൂജാതനായി സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഹിതമൊക്കെയും പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം ഈ ഭൂമിയിൽ നിവർത്തിച്ചുകൊണ്ട് 33.5 തിരുവയസ്സുവരെ ഈ ലോകത്തിൽ താൻ ദൈവമെന്ന് ജീവിതം കൊണ്ട് സ്വന്തം ലോകത്തിന് വെളിപ്പെടുത്തി അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്ത് ലോകത്തിൽ തലങ്ങും വിലങ്ങും സഞ്ചരിച്ചുകൊണ്ട് ലോകത്തിൻ്റെ സമാധാനത്തിനായുള്ളത് ലോകത്തിന് വെളിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ അനേകർക്ക് താങ്ങും തണലുമായി സ്വർഗത്തെ സ്വത്രം വെളിപ്പെടുത്തി സ്വത്രം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ അവസാനം താൻ ചെന്നെത്തുന്ന രണ്ടിടങ്ങളെയും വ്യക്തമായി മനുഷ്യർക്ക് ബോധ്യം നൽകി. ഈ ലോകത്തിൽ നിന്നും പിതാവിൻ്റെ സന്നിധിയിൽ കരേറിപ്പോയ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ മംഗളമണിനാഥമാണ് ലോകത്തിൻ്റെ ഓരോ കോണുകളിൽ നിന്നും ഇന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, പകർച്ചവ്യാധികൾ, വൈറസ് രോഗങ്ങൾ, ഇതെല്ലാം യേശു കർത്താവിൻ്റെ വീണ്ടും വരവിനെ വിളിച്ചോതുകയാണ്. അതെ, യേശു ക്രിസ്തു സ്വത്രം ഈ ലോകത്തിലായിരുന്നപ്പോൾ പറഞ്ഞു, സ്വത്രം ഒരു മനുഷ്യൻ
സർവ്വലോകവും നേടുകയും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം? ഒരു മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വില ഭൂലോകത്തേക്കാൾ വിലയേറിയതാണ്. നമ്മുടെ സ്ഥാനമാനങ്ങളും നമ്മുടെ കഴിവുകളും നമ്മുടെ നേട്ടങ്ങളും എല്ലാം ഇവിടെ ആമേൻ സ്തോത്രം നാം ഉപേക്ഷിച്ച് ആമേൻ സ്തോത്രം ഒരു ദിവസം ഇവിടം വിട്ട് നാം മടങ്ങിപ്പോകേണ്ടി വരും. ആ ദിവസത്തിൽ നമുക്ക് നിത്യത ലഭിക്കണമോ, നിത്യസ്വർഗം പൂകണമോ, ദൈവരാജ്യത്തിൽ എത്തണമോ? ആമേൻ നാം ജീവിച്ചിരിക്കുമ്പോൾ ആമേൻ ഇന്ന് നമുക്ക് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ഹല്ലേലൂയ ആമേൻ സ്തോത്രം ആവതുള്ളപ്പോൾ തീരുമാനിക്കുക, മരണാനന്തരം ഞാൻ എവിടെ എത്തും? അതെ, ഞാൻ മരണാനന്തരം ആമേൻ സ്തോത്രം നിത്യതയിൽ എത്തുവാൻ ആമേൻ എന്തു ചെയ്യണം? ഹല്ലേലൂയ. മരണശേഷം നാം തീരുമാനിക്കേണ്ടുന്ന ഒന്നല്ല. പ്രൈസ് ദി ലോർഡ്. നാം ജീവിച്ചിരിക്കുമ്പോൾ തീരുമാനിക്കേണ്ടുന്ന ഒരിടമാണ് ആമേൻ സ്തോത്രം മരണാനന്തര ജീവിതത്തെക്കുറിച്ച്. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും ദൈവരാജ്യത്തിൽ കടക്കുന്നില്ല. യേശു കർത്താവ് വിഭാവനം ചെയ്ത ആമേൻ സ്തോത്രം ദൈവരാജ്യത്തെ സ്വായത്തമാക്കണമോ, അവകാശമാക്കണമോ, നിങ്ങൾക്ക് ആമേൻ സമാധാനം വേണമോ, യേശു ക്രിസ്തുവിങ്കൽ നിങ്ങളുടെ ഹൃദയങ്ങളെ സമർപ്പിക്കുക. യേശു ക്രിസ്തുവിൻ്റെ ആമേൻ സ്തോത്രം അരികിൽ നിങ്ങൾ കടന്നു വരിക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഭരിച്ചു മുടിക്കുന്ന സാത്താന്യ ശക്തിയെ തകർക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഇടങ്ങളിൽ നിന്നും ഒന്നും നിങ്ങൾക്ക് സാധ്യമല്ല. മദ്യത്തിന് നിങ്ങൾ ആമേൻ സ്തോത്രം അടിമയാണോ? മദ്യം നിങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്നുവോ? ആമേൻ ദോഷപ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തെ ആകമാനം അവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുവോ? ഹല്ലേലൂയ. അവൻ നിങ്ങളെ ഭരിക്കുന്ന പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ കലഹവും ആമേൻ സമാധാനമില്ലായ്മയും ആമേൻ സ്തോത്രം നിരന്തരം ആമേൻ അതേ വാഴുകയാണോ? നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം യേശുവിലുണ്ട്. നിങ്ങൾ നിത്യരോഗിയാണോ? അതെ, രോഗത്തിൽ നിന്നും വിടുതൽ ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട്. അത് നിങ്ങൾ മാനസാന്തരപ്പെടുവാൻ ക്രിസ്തുവിൽ ആമേൻ നിങ്ങളുടെ ഹൃദയങ്ങളെ സമർപ്പിക്കുവാൻ തയ്യാറാണോ? ഈ സായംവേളയിൽ ആമേൻ നിങ്ങൾ കേൾക്കുന്ന ഈ സുവിശേഷ സന്ദേശം നിങ്ങളുടെ ആമേൻ സ്തോത്രം സമാധാനത്തിനും സന്തോഷത്തിനും നിത്യരക്ഷയ്ക്കും ആമേൻ ഉദാപ്തമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് അവൻ ഈ ലോകത്തിലായിരുന്നപ്പോൾ അതേ താൻ ലോകമാനവൻ്റെ രക്ഷയ്ക്കായി ലോകമാനവൻ്റെ പാപപരിഹാരാർത്ഥമായി അവൻ കാൽവരി ക്രൂശിൽ അവൻ 3 ആണിമേൽ ഹല്ലേലൂയ അവൻ സ്തോത്രം ക്രൂരന്മാരായ പടയാളികളാൽ അവൻ ക്രൂശിക്കപ്പെട്ട് അവൻ കുന്തം കൊണ്ട് കുത്തേറ്റ് ഹല്ലേലൂയ അവൻ സ്തോത്രം മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അവൻ സ്തോത്രം ഏകദേശം ഹല്ലേലൂയ 40ഓളം ദിവസം അവൻ ഹല്ലേലൂയ ഈ ലോകത്തിൽ അവൻ 500-ലധികം പേർക്ക് പ്രത്യക്ഷനായി ഞാൻ വീണ്ടും വരുമെന്ന് അവൻ സ്തോത്രം ഹല്ലേലൂയ യഹൂദ ഗലീല പുരുഷന്മാർ നോക്കി നിൽക്കെ വാനമേഘത്തിൽ അവൻ സ്തോത്രം ഞാൻ തിരികെ വരുമെന്ന് അരുളി ചെയ്ത് അവൻ സ്വർഗത്തേക്ക് കരേറിപ്പോയ യേശു കർത്താവിൻ്റെ മടങ്ങി വരവിൻ്റെ അവൻ സ്തോത്രം മംഗളമണിനാദം അവൻ സ്തോത്രം ലോകമെമ്പും നാം മുഴങ്ങി കേൾക്കുമ്പോൾ ഹല്ലേലൂയ യേശുവിൻ്റെ മടങ്ങി വരവ് അവൻ സ്തോത്രം ഹല്ലേലൂയ കള്ളനെ പോലെ ആരും നനയ്ക്കാത്ത നാഴികയിൽ എന്നതുകൊണ്ട് അവൻ സ്വന്തം യേശുവിന് വേണ്ടി ജീവിക്കുവാൻ ഹൃദയം ഏൽപ്പിച്ചു കൊടുത്ത് യേശുവിന് വേണ്ടി അവൻ ജീവിക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നു എങ്കിൽ യേശു
അത് രണ്ടാമത് ഈ ലോകത്തിൽ വരുന്നത് ആമേ പാപിയെ രക്ഷിപ്പാനല്ല, പാപി തൻ്റെ പാപത്തെ വിട്ടുകളഞ്ഞ് ആമേൻ സ്തോത്രം ദൈവത്തിനു വേണ്ടി, യേശുവിനു വേണ്ടി ജീവിക്കുന്ന ഹല്ലേലൂയ ആമേൻ സ്തോത്രം അതേ മാനസാന്തരപ്പെട്ട ഹല്ലേലൂയ വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൈവ ഭക്തന്മാരെ, ദൈവമക്കളെ ചേർക്കുവാനായിട്ടാണ് യേശു രണ്ടാമത് ഈ ഭൂമിയിൽ ഇതാ കടന്നു വരുവാൻ പോകുന്നത്. ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? യേശു ക്രിസ്തു അതേ വരും. അവൻ തനിക്കായി കാത്തിരിക്കുന്ന തൻ്റെ ഭക്തന്മാരെ ചേർത്തുകൊള്ളും. ആ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൻ്റെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ സ്തോത്രം ആ ശബ്ദം നാം കേൾക്കുമ്പോൾ യേശു കർത്താവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, യേശു കർത്താവിന് വേണ്ടി നിങ്ങളെ വിട്ടുകൊടുത്തുകൊണ്ട് മാനസാന്തരപ്പെടുന്നു എങ്കിൽ, ആമേൻ നിങ്ങൾക്ക് യേശുവിനെ വിശ്വസിക്കുവാൻ കഴിയുന്നു എങ്കിൽ, ഇന്ന് ഈ സായവേളയിൽ ഞങ്ങളോടൊപ്പം ആമേൻ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോട് പറയുക, യേശുവേ, ഞാൻ പാപിയായൊരു മനുഷ്യൻ, എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുവാൻ അങ്ങ് ലോകത്തിൽ ഒരു മനുഷ്യനെ പോലെ ആമേൻ സ്തോത്രം ഈ ലോകത്തിൽ ആമേൻ മനുഷ്യജന്മമെടുത്ത് ആമേൻ സ്തോത്രം എനിക്ക് വേണ്ടി ജീവിച്ചു. എൻ്റെ പാപത്തിൻ്റെ പരിഹാരകനായി അങ്ങ് കാൽവരി ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ആമേൻ സ്തോത്രം പാപം കൂടാതെ ജീവിക്കുന്ന തൻ്റെ ഭക്തന്മാരെ ചേർക്കുവാൻ ഈ ലോകത്തിൽ വരുമെന്ന് ആമേൻ സ്തോത്രം ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ വരവിൽ എന്നെ ചേർത്തുകൊള്ളണമേ എന്ന് നിങ്ങൾ ദൈവത്തോട് പറയുന്നു എങ്കിൽ, തീർച്ചയായും നിങ്ങളുടെ പാപം എത്ര കടുചുവപ്പായാലും രക്താംബരം പോലെ ചുവപ്പായാലും ഹിമത്തോളം വെള്ളയാക്കി തീർക്കുവാൻ, ആമേൻ ഹല്ലേലൂയ പഞ്ഞി പോലെയാക്കി തീർക്കുവാൻ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിൽ ആമേൻ ചൊരിഞ്ഞ രക്തത്തിന് കഴിയും. ആമേൻ ഈ ലോകത്തിൽ ഒഴുകുന്ന ആമേൻ സ്തോത്രം നാം പുണ്യനദി എന്ന് പറയുന്ന ഏത് നദിയിൽ ആമേൻ സ്തോത്രം നാം ഇറങ്ങി കുളിച്ചാലും പാപത്തിൻ്റെ പരിഹാരം അവിടെ ആമേൻ നമുക്കുണ്ടാവുകയില്ല. പാപത്തിന് പരിഹാരമായി യേശു ക്രിസ്തു കാൽവരിയിലൂടെ ഒഴുക്കപ്പെട്ട ആമേൻ സ്തോത്രം തൻ്റെ ആമേൻ ഹല്ലേലൂയ ആ ചുടുചോരയ്ക്ക് മാത്രമല്ലാതെ, ആ പുണ്യാഹ രക്തത്തിനല്ലാതെ അതേ സ്തോത്രം നമ്മുടെ ആമേൻ സ്തോത്രം രക്ഷയ്ക്ക്, നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് ആമേൻ സ്തോത്രം അതേ ശുദ്ധി വരുത്തുവാൻ കഴിയുന്ന ഒരു പുണ്യസ്ഥലവും ഒരു പുണ്യനദിയും ഈ ഭൂമിയിലില്ല. യേശു ക്രിസ്തുവിൻ്റെ ആമേൻ സ്തോത്രം ആ കാൽവരി ക്രൂശിൽ വിരിച്ച വിരിമാർവിടത്തിൽ ആ പുണ്യഭൂമി, ആ യേശുവിൻ്റെ ശരീരത്തിൽ നിന്നൊഴുകിയ പുണ്യാഹരക്തം, അതുമാത്രമാണ് നമ്മുടെ പാപത്തിന് പരിഹാരം. ഈ സായംവേളയിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ ആ യേശുവിന് വേണ്ടി സമർപ്പിക്കാമെന്ന് ആമേൻ സ്തോത്രം നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട്, ആമേൻ സ്തോത്രം നിങ്ങളെ യേശു ക്രിസ്തുവിലേക്ക് ആമേൻ സ്തോത്രം ഞങ്ങൾ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹവും പ്രശാന്തവുമായ ഞായറാഴ്ചയുടെ ഈ പകലിൻ്റെ സായം സന്ധിയിൽ നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്ന ആ തിരുവചനപ്രകാരം ഞങ്ങൾ ഈ പെരിങ്കടവിള പ്രദേശത്ത് കർത്താവ് ഞങ്ങളെ അയച്ചതുകൊണ്ട് ഞങ്ങൾക്കിവിടെ കടന്നു വരുവാൻ തക്കവണ്ണമിടയായി. നാഥ, ഞങ്ങളിവിടെ കടന്നു വന്ന് കർത്താവെ അവൻ പ്രാർത്ഥിച്ചു, പാട്ടുകൾ പാടി, ഹല്ലേലൂയ ട്രാക്ട് വിതരണങ്ങളൊക്കെ നടത്തി, എല്ലാം ഈ ദേശനിവാസികൾ കൈക്കൊള്ളുവാൻ തക്കവണ്ണമിടയായി. അതവരുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹവും ആത്മരക്ഷയും വിടുതലുമാക്കി സ്വർഗം മാറ്റുമാറാകണമേ. ഞങ്ങളിവിടെ കടന്നു വന്നത് മുതൽ ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നതായ ദേശത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇവിടെ വ്യാപാരം ചെയ്ത് ഉപജീവനം നടത്തുന്ന വ്യാപാരി സുഹൃത്തുക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ കർത്താവെ ബിസിനസ് മാർഗങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. ഇവിടെ വാഹനമോടി ഉപജീവനം നടത്തുന്ന ഡ്രൈവേഴ്സ്, മറ്റ് ആമേൻ ജോലി മേഖലകളിൽ എല്ലാം പ്രവർത്തിക്കുന്ന ആമേൻ സ്തോത്രം ഹല്ലേലൂയ അധ്വാനിക്കുന്ന ആമേൻ എല്ലാ തൊഴിലാളികളെയും
എല്ലാ ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ആ കർത്താവേ, ഔദ്യോഗിക ജോലി കാര്യാദികളിൽ ഏർപ്പെട്ടിരിക്കുന്ന അധികാരസ്ഥന്മാരെ, ഉദ്യോഗസ്ഥരെ എല്ലാവരെയും, ആയുരാരോഗ്യ പ്രവർത്തന മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ എല്ലാവരെയും ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് ഈ സായംവേളയിൽ ഞങ്ങളെ ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും സമാധാനമില്ലാതെയോ സ്വസ്ഥതയില്ലാതെയോ ആമേൻ ജീവിതത്തിൽ വളരെയധികം രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ നാഥ, അവിടെ നിന്ന് അവരോട് സംസാരിക്കണമേ, ഇടപെടുമാറാകണമേ. അവിടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി ആമേൻ കാൽവരിയിൽ ചൊരിയപ്പെട്ട ആ തിരുനിണം അവരുടെ രോഗത്തിൻ്റെ ആമേൻ ശാന്തിക്ക്, അവരുടെ കർത്താവേ ആമേൻ പ്രശ്നങ്ങൾക്കൊക്കെയും പരിഹാരമായി ഈ സായംവേളയിൽ അവരുടെ മേൽ ദൈവം ആമേൻ സ്തോത്രം ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, ഇതുവരെ കർത്താവ് ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന വഴിയാത്രക്കാരായി ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവരെയും ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദേശത്തിൽ സമാധാനവും സന്തോഷവും നൽകണമേ. അനിഷ്ട സംഭവങ്ങളോ സംഘടനകളോ സംഘർഷങ്ങളോ ഒന്നും കൂടാതെ ദേശത്തെ കാത്തുകൊള്ളുമാറാകണം. ഞങ്ങളെയും അയച്ചുവല്ലോ, ഇവിടെ അവിടുത്തെ വചനം ഞങ്ങൾക്ക് പറയുവാൻ തക്കവണ്ണം അവിടുന്ന് കൃപ ചെയ്തല്ലോ. ഇനിയും ഞങ്ങളെ അയക്കുന്ന ഇടങ്ങളിൽ വളരെ സന്തോഷത്തോടെ കടന്നു പോകുവാനും കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സത്യങ്ങളെ വിളിച്ചറിയിക്കുവാനും സ്വർഗം ഞങ്ങൾക്ക് സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം.